ബീച്ചും വെള്ളം കയറി വെള്ളം ഇവിടെ ഒന്നും സ്ഥലമില്ല. സ്ഥലമുണ്ട്, ഇവിടെയൊന്നും ഇല്ലല്ലേ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. ഇവിടുത്തെ ഡ്രൈവിംഗ് ബീച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വണ്ടിയൊക്കെ കൊണ്ടുവരാം. ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ്. കണ്ണൂരിൻ്റെയും തലശ്ശേരിൻ്റെയും ഇടയിലായിട്ടാണ് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദി ഓൺലി ഡ്രൈവിംഗ് ബീച്ച് ഇൻ കേരള. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 5.5 കിലോമീറ്റേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് വരികയാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വിനീത് ശ്രീനിവാസൻ ഫിലിംസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡ്രൈവിംഗ് ബീച്ച്. നമ്മുടെ സൺഡേ ഹോളിഡേയിലൊക്കെ ഈ ഒരു ബീച്ച് കാണിക്കുന്നുണ്ട് ഒരു പാട്ടിൻ്റെ സീനിൽ. അപ്പോൾ ഇപ്പോൾ അവിടെ ബീച്ച് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ടാണ് ഈ കുതിരകളും പിന്നെ ഇത്രയധികം ആൾക്കാരും എല്ലാവരും ഇങ്ങനെ പട്ടം പറത്താനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ സ്കൂൾ ക്ലോസ് ചെയ്ത കാരണം എല്ലാവരും ഒരു വെക്കേഷൻ മോഡിലായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോയത് ബീച്ച് ഫെസ്റ്റ് ഉണ്ട്. ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ച് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കൂടാണ്ട് ഇപ്പോൾ ബീച്ച് ഫെസ്റ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ കുതിരകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുതിര സവാരിയൊക്കെ ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഞങ്ങൾ ഒരറ്റത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് ഈ ഒരു എൻട്രൻസ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും എത്ര തിരക്കുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാനും കുറച്ച് ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ടി വന്നു. സ്ഥലം കണ്ടുപിടിക്കുന്നതിൻ്റെ അല്ല, ഇങ്ങനെ കടൽ കയറി വരുന്നതുകൊണ്ട് അച്ഛൻ്റെ ടെൻഷൻ മുഴുവൻ വെള്ളം കയറുമോ എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ആ എൻട്രൻസിലൂടെ കയറി കഴിഞ്ഞാൽ അതേ എത്തുന്നത് ഇവിടെയാണ്. ഇവിടെ ഫുള്ള് ചെടികളാണ് കേട്ടോ. ഇതൊരു നഴ്സറീൻ്റെ ചെടികളാണ്. അമ്മയുടെ ഒരു പാരഡൈസാണിത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ചെടികളൊക്കെ കണ്ടപ്പോൾ തന്നെ. ഒരുപാട് ചെടികളുണ്ട്. ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അവിടെ നഴ്സറിയുടേതായതുകൊണ്ട് ചിലപ്പോൾ അവർ സെല്ല് ചെയ്യുന്ന ചെടികളായിരിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ അകത്തേക്ക് പോകാൻ. അകത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ചെറിയ സ്റ്റോൾസ് ഉണ്ട്. ഈ ഫാൻസി ഐറ്റംസും കുട്ടികൾക്കുള്ള ടോയ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ആക്ച്വലി പുറത്തുള്ള റഷ് അകത്ത് അത്ര ഉണ്ടായിരുന്നില്ല. പുറത്തായിരുന്നു കൂടുതൽ ആൾക്കാർ. പിന്നെ ദേ നമ്മുടെ പഴയകാല മിഠായി, എവിടെ പോയാലും ഈ പഴയകാല മിഠായിയുടെ ഒരു സ്റ്റോൾ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ അപ്പം നല്ല ചൂടോടെ വടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു പഴംപൊരി പറഞ്ഞു, ബാക്കി എല്ലാവരും നമ്മുടെ അരിക്കടുക്കയാണ് പറഞ്ഞത്. ഒരു ചേട്ടനവിടെ ചൂടോടെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഷ് ബാച്ച് റെഡിയാവുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ പുള്ളിക്കാരൻ റെഡിയാക്കുകയാണ്. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിന്നു. ഒരു 1-2 റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ റൈഡ്സിൻ്റെ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ ദർശു ഇപ്പോൾ ഓടി പോകുന്നത് ഈ ഒരു വഞ്ചി പോലത്തെ സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളതും ഈ ഒരു സാധനമാണ്. കാരണം നമുക്കൊരു പ്രൊട്ടക്ഷനോ ഒരു ബെൽറ്റോ ഒന്നും ഇല്ലാണ്ടല്ലേ അതിൻ്റെ മേലെ ഇരിക്കുന്നത്. നമ്മൾ പിടിക്കുന്ന ശക്തിയിൽ അവിടെ ഇരിക്കുന്നല്ലാതെ. അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അവനെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടപ്പോൾ അതിലും വലിയ ടെൻഷനായി, അവനവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമോ എന്നുള്ളത്. അവനതൊക്കെ പുല്ല് പോലെ ഇരിക്കും. പക്ഷേ എനിക്ക് കുറച്ച് ടെൻഷനായതുകൊണ്ട് ഞാനും പിന്നെ കൂടെ പോയി റൈഡിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മനുഷ്യനാകെ ക്ഷീണമായിപ്പോയി. അങ്ങനെ റൈഡും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണിത്. കടൽ കയറി കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തൊന്നും അങ്ങനെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.